ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ഒരു ആവലാതി അവരുടെ ലിംഗത്തിന് മതിയായ നീളവും വലിപ്പവും ഒന്നുമില്ല എന്നുള്ളതാണ്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ ലിംഗവലിപ്പം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്താണ്? ഈ ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വിൽക്കുന്ന മരുന്നുകളും പില്ലുകളും സപ്ലിമെൻറ്റുകളും ഒക്കെ ഗുണം ചെയ്യുമോ? ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടിയുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത യൂറോളജിസ്റ്റും ഷിക്കാഗോ യൂറോളജിക്കൽ സൊസൈറ്റി ബോർഡ് അംഗവുമായ ഡോക്ടർ ഫെൻവ മിൽഹൗസ് ആണ്. അമേരിക്കയിലെ നൂറുകണക്കിന് പുരുഷന്മാർ നേരിടുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഡോക്ടർ മിൽഹൗസ്. അമേരിക്കയിലെ മാധ്യമങ്ങൾ യുവർ ഫേവറേറ്റ് യൂറോളജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ മിൽഹൗസ് TLC നെറ്റ്വർക്കിൻ്റെ ഡോക്ടർ ഡൗൺ ബിലോ എന്ന റിയാലിറ്റി ഷോയിലെ താരവും കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയൊരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടർ ആയതുകൊണ്ടോ MBBS MDയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? എന്നെ ഫോണിൽ വിളിക്കുന്ന പല പുരുഷന്മാരുടെയും ഒരു ആവലാതി അവരുടെ ലിംഗത്തിന് മതിയായ നീളവും വലിപ്പവും ഒന്നും ഇല്ല എന്നുള്ളതാണ്. പലരും ഈ പരസ്യങ്ങളിലും മറ്റും കാണിക്കുന്ന ഇത് കഴിച്ചാൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം സ്പ്രിംഗ് കണക്കിന് ഇങ്ങനെ ടക്കനെ വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന പില്ലുകളെയും സപ്ലിമെൻറ്റുകളെയും പറ്റിയൊക്കെ എന്നോട് ചോദിക്കാറുമുണ്ട്. ഈ പില്ലുകളും സപ്ലിമെൻറ്റുകളും ഒക്കെ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ലിംഗത്തിന് ശരിക്കും വർധന ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പുരുഷന്മാർ വെറുതെ ഇതൊക്കെ വാങ്ങി പൈസ കളയുന്നത്? ഇതിൻ്റെ മറുപടിയായിട്ട് ഡോക്ടർ മിൽഹൗസ് പറഞ്ഞത് ഈ സപ്ലിമെൻറ്റുകൾക്കും പില്ലുകൾക്കും ഒന്നും അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ എത്രത്തോളം ഗുണം ചെയ്യും എന്നതിനെപ്പറ്റി യാതൊരു വ്യക്തതയുമില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകളുടെ പൈസ പോവുകയാണ് പതിവ് എന്നും അവർ പറഞ്ഞു. ഇന്ത്യയിലും ഇതേ കാര്യം തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ഇവിടെയും ഈ പില്ലുകളും സപ്ലിമെൻറ്റുകളും ഒക്കെ വിൽക്കുന്നത് ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അനുമതിയോടുകൂടിയൊന്നുമല്ല. ഇനി ഈ പില്ലുകളും സപ്ലിമെൻറ്റുകളും ഒക്കെ കഴിക്കുന്നതിലൂടെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ തന്നെ അത് വെറും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇഫക്റ്റ് മാത്രമാണ് എന്നാണ് മിൽഹൗസ് പറഞ്ഞത്. എന്താണ് ഈ താൽക്കാലികമായിട്ടുള്ള ഇഫക്റ്റ്? കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റി ഈ പില്ലുകളിലും സപ്ലിമെൻറ്റുകളിലും ഒക്കെ ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൻ്റെ ഫൈൻഡിംഗ് ആയിട്ട് അവർ പറഞ്ഞത് ഈ പില്ലുകളിലും സപ്ലിമെൻറ്റുകളിലുമൊക്കെ ഉദ്ധാരണശേഷിയെ സഹായിക്കുന്ന വയഗ്രയും സിയാലിസും പോലെയുള്ള മരുന്നുകൾ പൊടിച്ചു ചേർക്കുകയാണ് എന്നായിരുന്നു. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം? ഈ വയഗ്രയും സിയാലിസും ഒക്കെ പൊടിച്ചു ചേർക്കുന്നത് വഴി അത് കഴിക്കുന്ന പുരുഷന്മാരിൽ അവരുടെ ലിംഗത്തിന് ഒരു ശക്തമായ ഉദ്ധാരണം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ തോന്നിപ്പിക്കുകയും ചെയ്യും. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ലിംഗത്തിൻ്റെ വലിപ്പമല്ല വർദ്ധിക്കുന്നത്, മറിച്ച് ഒരു ശക്തമായ ഉദ്ധാരണം മൂലം വലിപ്പം വർദ്ധിച്ചു എന്നുള്ള ഒരു തോന്നലാണ്. ഈ പില്ലുകളും സപ്ലിമെൻറ്റുകളും ഒക്കെ വാങ്ങി കഴിക്കുന്ന പുരുഷന്മാരിൽ ഭാവിയിൽ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈംഗിക സൈഡ് ഇഫക്റ്റുകളെ പറ്റിയും ഒരു വ്യക്തമായ ധാരണ ഇല്ല എന്നും ഡോക്ടർ മിൽഹൗസ് പറഞ്ഞു. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ്. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസവും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പത്തെ പറ്റി ഇത്രയധികം ഒബ്സഷൻ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീകൾക്ക് അവരുടെ വൾവയെ പറ്റിയോ ജനനേന്ദ്രിയങ്ങളെ പറ്റിയോ ഒരു ഒബ്സഷൻ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസത്തിൻ്റെ കാരണം? ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഡോക്ടർ മിൽഹൗസ് പറഞ്ഞത് ഈ ലിംഗം എന്ന് പറയുന്ന അവയവം സ്ത്രീകളുടെ വൾവയെ അപേക്ഷിച്ച് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുകയും ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവയവമാണ് എന്നായിരുന്നു. സ്വന്തം വൾവയും യോനിയും ഒക്കെ ഒരിക്കൽ പോലും കാണാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ ശരാശരി പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ലിംഗം എന്ന് പറയുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു അവയവമാണ്. വളരെയധികം ലൈംഗിക ആനന്ദം നൽകുന്ന ഈ ഒരു അവയവത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവന് വ്യക്തമായിട്ട് നിരീക്ഷിക്കുവാൻ പറ്റും.
കൂടാതെ പോണോഗ്രഫി പോലെയുള്ള മാധ്യമങ്ങളുടെ ഒരു വ്യാപകമായിട്ടുള്ള പ്രചാരവും പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ വലിപ്പത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടിനെ വളരെ സാരമായിട്ടാണ് ബാധിക്കുന്നത്. പോൺ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം സെക്സ് ചെയ്യുന്നത് പോലെയാണ്. അതിൽ കാണിക്കുന്നതൊന്നും റിയൽ അല്ല. അപ്പം ഈ ഒരു തിരിച്ചറിവ് കൂടെ പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കണം എന്നും ഡോക്ടർ മിൽഹൗസ് പറഞ്ഞു. സ്ത്രീകളുടെ മാറിടത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് പോലെ താരതമ്യേന എളുപ്പത്തിൽ സൈസ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അവയവമല്ല പുരുഷൻ്റെ ലിംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിംഗത്തിൻ്റെ സർജറി എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളതും അത് ഭാവിയിലെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ലൈംഗിക ശേഷി തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയും ഒക്കെയുള്ള ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ ഈ ലിംഗത്തിൻ്റെ സർജറിക്ക് മറ്റും പോകുന്നതിന് മുമ്പ് ആ സർജറിയെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ആ ഒരു ഓപ്പറേഷൻ കുളമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ ലിംഗം വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, താരതമ്യേന സുരക്ഷിതമായിട്ട് ഒരു പുരുഷൻ്റെ ലിംഗ വലിപ്പം വർദ്ധിപ്പിക്കാനുള്ള ടെക്നോളജികളും ഇന്ന് അവൈലബിൾ ആണ്. എന്തൊക്കെയാണ് ഈ ടെക്നോളജികൾ? എത്രത്തോളം വലിപ്പ വ്യത്യാസം ഉണ്ടാകും ഈ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ? ഇതിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് ട്രാക്ഷൻ ടെക്നിക്കാണ്. അതായത് ഈ ട്രാക്ഷൻ ഡിവൈസ് എന്ന് വിളിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് നിങ്ങളുടെ ലിംഗം റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്. ഇത് ഒരു ദിവസം പലതവണ റെഗുലറായിട്ട് മണിക്കൂറുകളോളം വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പണിക്കും പോകാൻ പറ്റത്തില്ല എന്ന് സാരം, വീട്ടിലിരുന്ന് ലിംഗം വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായേക്കാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്രത്തോളം ഈ വ്യത്യാസം ഉണ്ടാകും എന്നല്ലേ? വെറും 0.6 സെൻറ്റിമീറ്റർ. അത് തന്നെ ഉറപ്പില്ല എന്നാണ് ഡോക്ടർ മിൽഹൗസ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടതുപോലെ 2-3 ഇഞ്ചിൻ്റെ ഒന്നും വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് ലിംഗവലിപ്പം വർദ്ധിപ്പിക്കുവാനായിട്ട് ഏറ്റവും സേഫസ്റ്റും റിസ്ക് കുറഞ്ഞതുമായിട്ടുള്ള മാർഗം എന്നാണ് ഡോക്ടർ മിൽഹൗസ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസം പിടിച്ച ഒരു പണിയാണ്. അത് നിവൃത്തിയുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്.